അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ബറാഅത്ത് രാവാണ്. വളരെ ശ്രേഷ്ഠമായ ബറാഅത്ത് രാവ്, മോചന രാവ്, നരകത്തിൽ നിന്നും എല്ലാ വിഷമത്തിൽ നിന്നും രക്ഷപ്പെടാനും ബർക്കത്തിൻ്റെ രാവ് എന്നും റഹ്മത്തിൻ്റെ രാവ് എന്നും അതേപോലെ തന്നെ ഒരുപാട് ഷറഫുള്ള രാവ് എന്നൊക്കെ പല പേരുകളിലും അറിയപ്പെടുന്ന ബറാഅത്ത് രാവാണ് മഗ്‌രിബിന് ശേഷം. മഹാന്മാർ ചെയ്തു വന്നതുപോലെ 3 യാസീൻ എല്ലാവരും ഓതണം. ഇൻഷാ അല്ലാഹ് പള്ളിയിൽ വെച്ച് കൂട്ടമായിട്ടുണ്ടാവും. സ്ത്രീകളൊക്കെ വീടുകളിൽ വെച്ച് യാസീൻ ഓതണം. ഒന്നാമത്തെ യാസീൻ ദീർഘായുസ്സിനും ആഫിയത്തിനും എന്ന ഉദ്ദേശത്തോടുകൂടെ, രണ്ടാമത്തെ യാസീൻ നമ്മുടെ റിസ്ക്കിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടിയും, മൂന്നാമത്തെ യാസീൻ അന്ത്യം നന്നാകാൻ വേണ്ടി, ഈമാനോടെ മരണപ്പെടാൻ വേണ്ടി എന്ന നിയത്തോടു കൂടെ തന്നെ യാസീൻ ഓതുകയും യാസീന് ശേഷം ദുആ ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ പ്രത്യേകമായ ചില അദ്കാറുകളുണ്ട് മഹാന്മാർ പഠിപ്പിച്ച യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. 100 പ്രാവശ്യം ആ ദിക്ർ ചൊല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അതേപോലെ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അള്ളാഹുവിനോട് മാപ്പിരക്കുന്ന പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, നീ വലിയ സഹനമുള്ളവനാണ്, താമസം ചെയ്യുന്നവനാണ്, ഞങ്ങൾക്കൊരു കഴിവുമില്ല, അതുകൊണ്ട് ഞങ്ങളെ തൊട്ട് നീ മാപ്പ് ചെയ്യണം അള്ളാഹ് എന്ന് അള്ളാഹുവോട് ദുആ ചെയ്യുന്ന, മാപ്പിരക്കുന്ന ദിക്റാണ് രണ്ടാമത്തെ ദിക്ർ. നാളെ പ്രത്യേകമായി അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് മഗ്ഫിറത്താണ്, ദോഷങ്ങൾ പുറത്തു കിട്ടുക. നമുക്ക് ഏറ്റവും അധികം ലഭിക്കേണ്ട കാര്യവും മഗ്ഫിറത്ത് തന്നെയാണ്. അള്ളാഹുലേക്ക് പോകുന്ന സമയത്ത് ദോഷികളായി പോകാൻ പാടില്ല. റമദാനാണ് ഏതാനും ദിവസം കഴിഞ്ഞാൽ വരുന്നത്. ആ റമദാനിലേക്ക് നല്ല ശുദ്ധമായ മനസ്സോടുകൂടെ പ്രവേശിക്കണം, ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവരായി. അതുകൊണ്ട് മനസ്സ് ശുദ്ധിയാവാൻ അള്ളാഹുവിനോട് മാപ്പിരക്കുന്ന ദുആയാണ് രണ്ടാമത്തത്. അതേപോലെ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ. എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുന്ന നമ്മുടെ മുഴുവൻ കാര്യങ്ങളും. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കേണ്ടതുണ്ട്. പക്ഷെ എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും അവൻ്റെ അധികാരത്തിലും മാത്രമാണല്ലോ. അപ്പം എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കി അവനെ ഏൽപ്പിച്ചുകൊണ്ട് നാം മുന്നേറുമ്പോഴാണ് എല്ലാം റാഹത്തായി തീരുന്നത്. അതുകൊണ്ട് ആ ദിക്ർ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ എന്ന ദിക്ർ 100 പ്രാവശ്യം ഓതുക. പറയും അദ്കാറുകളൊക്കെ രാത്രി പരമാവധി ഹയാത്താക്കണം. പരമാവധി അദ്കാറുകളെ കൊണ്ട് സജീവമാക്കി ദിക്റും സ്വലാത്തൊക്കെ ധാരാളം അധികരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളും അല്ലാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നേടിയെടുക്കാൻ പറ്റിയ രാത്രിയാണ്. എല്ലാവരും ഉപയോഗപ്പെടുത്തുക. മഗ്‌രിബ് മുതൽ പിറ്റേ ദിവസം സുബഹി വരെയും അള്ളാഹു ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന അലാമിൻ മുസ്തഗ്ഫിരിൻ ഫഗ്ഫിർ ലഹ്. ആരാണ് പൊറുക്കലിനെ തേടുന്നവർ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. അലാമിൻ മുസ്തർസിക്കിൻ ഫർസുക്കല. ആരാ ഭക്ഷണം തേടുന്നവർ, ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാം. അലാമിൻ മുബ്തലൻ ഫവാഫിയ. ആരാണ് പരീക്ഷണങ്ങളിലും രോഗങ്ങളിലും ബുദ്ധിമുട്ടിലും അകപ്പെട്ടവർ, ഞാൻ അവർക്ക് സുഖം നൽകാം. പക്ഷേ ഇതൊക്കെ നമ്മൾ അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ചോദിക്കുന്ന ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ രാത്രി അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി, ഇരക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.